കാപ്ലേക്കർ സംഖ്യ. എന്താണ് കാപ്ലേക്കർ സംഖ്യ എന്ന് നമുക്ക് നോക്കാം. ഒരു സംഖ്യയുടെ വർഗം അഥവാ സ്ക്വയർ എടുത്ത ശേഷം അതിനെ രണ്ടായി വിഭജിച്ച് ആ രണ്ട് ഭാഗങ്ങളുടെ തുക, അതായത് സം കാണുക. ഇപ്പോൾ കിട്ടുന്നത് ആദ്യ സംഖ്യ തന്നെ ആയാൽ ആ സംഖ്യയെ കാപ്ലേക്കർ സംഖ്യ എന്ന് പറയുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു സംഖ്യ എടുക്കാം, 9 എന്നുള്ള സംഖ്യ എടുത്തു. അതിൻ്റെ വർഗം കാണുക. 9ൻ്റെ സ്ക്വയർ 9 × 9 81. ഈ കിട്ടിയ വർഗത്തിനെ നമ്മൾ രണ്ട് ഭാഗങ്ങളാക്കുക. 81നെ രണ്ട് ഭാഗമാക്കുക. അപ്പോൾ 8 1 2 ഭാഗങ്ങളാക്കി. ഈ രണ്ട് ഭാഗങ്ങളുടെ തുക കാണൂ. 8 1 കൂട്ടിയ 9. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം എടുത്ത സംഖ്യ തന്നെ കിട്ടി. മറ്റുദാഹരണം നോക്കാം. നമ്മളൊരു സംഖ്യ എടുക്കണം. 45 എന്ന സംഖ്യ എടുത്തു. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വർഗം കാണുക. 45ൻ്റെ സ്ക്വയർ കാണുക. 45 × 45 2025. ഈ 2025നെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുക. 2025നെ രണ്ട് ഭാഗങ്ങളാക്കി 20ഉം 25ഉം. ഈ രണ്ട് ഭാഗങ്ങൾ കൂടി കൂട്ടി നോക്കൂ. 20ഉം 25 കൂട്ടിയ 45. നമ്മൾ ആദ്യം എടുത്ത സംഖ്യ തന്നെ കിട്ടി. അപ്പോൾ ഈ സവിശേഷതകൾ ഉള്ള സംഖ്യകളെയാണ് നമ്മൾ കാപ്ലേക്കർ സംഖ്യ എന്ന് പറയുക. അതായത് ഒരു സംഖ്യ എടുക്കുന്നു, ആ സംഖ്യയുടെ സ്ക്വയർ കാണുന്നു, ആ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് പാർട്സ് ആക്കി മാറ്റി, രണ്ട് ഭാഗങ്ങളാക്കി മാറ്റി. ആ ഭാഗങ്ങളുടെ തുക കാണുമ്പോൾ ആദ്യ സംഖ്യ തന്നെ കിട്ടി, അല്ലേ? അതുപോലെ വീണ്ടും ഒരു സംഖ്യ എടുത്തു, സ്ക്വയർ കണ്ടു, ആ സ്ക്വയറിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റി. ആ രണ്ട് ഭാഗങ്ങൾ കൂട്ടുമ്പോൾ ആദ്യ സംഖ്യ തന്നെ കിട്ടുന്നു. നമുക്കൊരു ഉദാഹരണം കൂടി നോക്കാം. സംഖ്യ 99ൻ്റെ വർഗം കാണുക. 99 സ്ക്വയർ 99 × 99 9801. ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കുക. 9801നെ രണ്ട് ഭാഗമാക്കുമ്പോൾ 98 0 1 കിട്ടി. ഈ രണ്ട് പാർട്സും കൂടി കൂട്ടു. 0 എന്ന് പറഞ്ഞാൽ ഒന്നാണ് കേട്ടോ. 98ഉം 1 കൂട്ടിയ 99. നമുക്ക് ആദ്യ സംഖ്യ തന്നെ കിട്ടി.